ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കോഴിക്കോട് ഈ അടുത്തായിട്ട് ഉദ്ഘാടനം കഴിഞ്ഞ പുതിയ പാലത്തിന്റെയും അതിന്റെ റോഡിന്റെയൊക്കെ വിശേഷങ്ങളാണ്. അപ്പോൾ ആ വഴി പണ്ടൊക്കെ യാത്ര ചെയ്ത ആളുകൾക്ക് മനസ്സിലാവും ആ വഴി എങ്ങനെയായിരുന്നു. അതായത് ഒരു ഇടുങ്ങിയ പാലമായിരുന്നു, വെറും ഒരു ടൂ വീലറിന് മാത്രം കടന്നു പോകാൻ പറ്റിയ പാലം. അതായത് ഒരു ടൂ വീലർ അങ്ങോട്ട് പോകുന്ന സമയത്ത് മറ്റൊരു ടൂ വീലർ അവിടെ ബ്ലോക്ക് ആയിട്ട് അവർ പോയതിനു ശേഷം തിരിച്ച് വരാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പാലമായിരുന്നു അത്. കനോലി കനാലിന്റെ മുകളിലൂടെയാണ് ഈ പാലം കടന്നു പോകുന്നത്. അപ്പൊ ആ പാലം നല്ല രീതിയിൽ 2 വരിയായിട്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും അതിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ. ഇതുപോലുള്ള വീഡിയോകളൊക്കെ ഈ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അപ്പം നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ തളി ക്ഷേത്രത്തിന്റെ അടുത്തേക്കുള്ള വഴിയാണ് കേട്ടോ. അപ്പോ ഇവിടെയൊക്കെ ഇന്റർലോക്ക് ഒക്കെ ചെയ്ത ഭാഗമാണ് കാണുന്നത്. അത്യാവശ്യം നല്ല തിരക്കുള്ള റോഡാണ്. എപ്പോഴും വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്ന സ്ഥലമാണ്. ഇപ്പോൾ എന്താ പറയാ, ഇവിടെ ഈ ഭാഗത്തൊക്കെ നല്ല ഇന്റർലോക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് കഴിഞ്ഞാൽ പിന്നെ എന്താ റോഡുകളൊക്കെ ഇങ്ങനെ കുണ്ടും കുഴിയും അതേപോലെ തന്നെ പാച്ചറൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇതാണ് താളി അമ്പലത്തിന്റെ അടുത്തുള്ള ഈ കുളം. അപ്പൊ ഇവിടെ ഇങ്ങനെ റെസ്റ്റ് എടുക്കാനൊക്കെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും ഇവിടെ വന്ന് ഈ തണലത്തൊക്കെ വന്ന് ഇരിക്കും. ഇവിടെ നല്ല രസമാണ്. അപ്പോൾ നമ്മളിപ്പം കറക്റ്റായിട്ട് തളി ക്ഷേത്രത്തിന്റെ അടുത്തെത്തിരിക്കുകയാണ്. ആ ഒരു വളവാണിത്. ഇവിടെയാണ് തളി ക്ഷേത്രം, റൈറ്റ് സൈഡിൽ. പക്ഷെ ഈ റോഡൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയും കാലമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഇവര്. കണ്ടോ, എല്ലാ സ്ഥലത്തും കുണ്ടും കുഴി, അവിടെ ഇവിടെയൊക്കെ പൊങ്ങിയും താന്നിയൊക്കെയാണ് കിടക്കുന്നത്. ഒരു നല്ല സുഖമായിട്ട് നേരെ നമുക്ക് പെട്ടെന്ന് യാത്ര ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ മെല്ലെ നോക്കി നോക്കി കുഴിയുള്ള സ്ഥലത്ത് പതുക്കെ എടുത്ത് അങ്ങനെയൊക്കെ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയാൽ നേരെ ഈ പാളയം ഭാഗത്തൊക്കെ നമുക്ക് പോകാൻ കഴിയും. നമ്മൾ നേരെ പോകുന്നത് പുതിയ പാലം ഭാഗത്തേക്കാണ് കേട്ടോ. അതായത് പുതിയ പാലത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ആ പാലത്തിന്റെ അവസ്ഥ എന്താന്നൊക്കെ നമുക്ക് കാണാം. ഇവിടെയൊക്കെ ഇങ്ങനെ തന്നെ കേട്ടോ മുഴുവനും റോഡ്. അതായത് ഇങ്ങനെ മെല്ലെ മെല്ലെ പോകാൻ കഴിയുള്ളൂ. ഇവിടെ മുഴുവൻ 2 ഭാഗത്തും കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഒരുപാടുണ്ട്. പക്ഷെ ആ പാലം ഉദ്ഘാടനം ചെയ്ത ആ സമയത്ത് തന്നെ അവർക്ക് ഈ റോഡ് കൂടി ഒന്ന് ടാർ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയാക്കി ആ ഒരു പാലത്തിനൊരു ഉപകാരം ഉണ്ടായിരുന്നു. കാരണം ഇപ്പം കൂടുതൽ ആളുകളും ഈ വഴിക്ക് റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ റോഡും കൂടി നന്നാക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമായിരുന്നു. ഇവിടെ കണ്ടോ, കുറെ വാഹനങ്ങൾ അപ്പുറമൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഈ റോഡൊക്കെ ഇനി പെട്ടെന്ന് തന്നെ ശരിയാക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇതാണ് പുതിയ പാലം ടൗണ്. അപ്പോൾ ഇവിടുന്ന് ഇത് നമ്മൾ തളിന്ന് വരുന്ന ഭാഗമാണ് കേട്ടോ. തളി ക്ഷേത്രത്തിനടുത്ത് നിന്ന് വരുന്ന ഭാഗം. അപ്പോൾ അതായത് ഇവിടെ ഒരു പുതിയൊരു ജംഗ്ഷനായി മാറിയിരിക്കുകയായിരുന്നു. പണ്ട് ഇവിടെ നിങ്ങൾക്ക് ഇതിലൂടെ യാത്ര ചെയ്തവർക്കൊക്കെ മനസ്സിലാവും, ഇതൊരു ചെറിയൊരു ഇടുങ്ങിയ ഒരു ബൈക്കിന് മാത്രം പോകാൻ പറ്റിയൊരു പാലമായിരുന്നു. ഇപ്പൊ ഇവിടെ ഒരു പുതിയൊരു പാലം വന്നപ്പോൾ ഇവിടെ ഒരു അടിപൊളി ജംഗ്ഷനൊക്കെ ആയി മാറി. അപ്പൊ ഈ ഒരു പുതിയ പാലത്തിലേക്ക് ആണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട്. എന്ത് ഭംഗിയാണല്ലേ കാണാൻ. പ്രത്യേകിച്ച് ഈ സമയത്ത് ഈവനിങ് ടൈമിലൊക്കെ ഇങ്ങനെ വരുമ്പോൾ നല്ല ഭംഗിയാണ്. ഇതിന്റെ താഴെ കൂടി കനോലി കനാലാണ് കേട്ടോ പോകുന്നത്. അതിന്റെ അവസ്ഥ പറയാത്തതാണല്ലേ, കാരണം അത്രയും വൃത്തികേടായിട്ടാണ് കിടക്കുന്നത് അത്. എന്തായാലും പാലം നല്ല അടിപൊളിയായിട്ട് ചെയ്തുകൊണ്ട് എല്ലാവർക്കും നല്ല ഉപകാരം. ഈ മിംസ് ഭാഗത്ത് നിന്ന് വരുന്ന ആളുകൾക്കും അതേപോലെ തന്നെ ഈ ഗോവിന്ദപുരം ഭാഗം അവിടെ നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് ശരിക്കും നമുക്ക് ഈ ജയിൽ റോഡ് വഴി ചുറ്റി പോരാതെ നമുക്ക് ഇതിലൂടെ എളുപ്പത്തിൽ വരാൻ പറ്റും. എന്തായാലും ഈ ഒരു കാര്യം ചെയ്ത് നല്ല ഉപകാരമായിട്ടുണ്ട്. ഇവിടെയൊക്കെ ഈ അപ്രോച്ച് റോഡും കാര്യങ്ങളൊക്കെ കണ്ടു നല്ല രീതിയിൽ കൈവരിയും കാര്യങ്ങളും അതുപോലെ തന്നെ ഫുട്പാത്തൊക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. കാരണം ഈ
ഈ റോഡ് ഇപ്പോൾ ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൽ ബോർഡ് കാണാൻ പറ്റും, വളയനാട് ക്ഷേത്രം കോഴിക്കോട്ടാണ് മീൻചന്ത, റൈറ്റിലേക്ക് മാങ്കാവ്. അതായത് നേരെ പോയാൽ നമുക്ക് വളയനാട് ക്ഷേത്രത്തിലേക്കുള്ള റോഡിലേക്ക് ടച്ച് ചെയ്യാൻ പറ്റും. ആ വഴി കുറച്ച് ചെറിയ വഴിയാണ്. ഇവിടുന്ന് റൈറ്റിലേക്ക് പോയാൽ മാങ്കാവ്, ലുലു മാളൊക്കെ, ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പുതിയറ, ജയിൽ റോഡ് ഭാഗങ്ങൾ. അപ്പോൾ നമ്മൾ റൈറ്റിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. റൈറ്റ് എടുത്ത് നേരെ മിംസ് ഭാഗാട്ടോ, മിംസ്, ലുലു മാള്, മാങ്കാവ് ഭാഗത്തേക്ക്. എന്തായാലും ബാക്കി അപ്ഡേഷൻസ് ഒക്കെയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പുതിയ പാലത്തെ വിശേഷങ്ങൾ. അപ്പോൾ അവിടുത്തെ അവസ്ഥ ഞാൻ വീഡിയോയിൽ കാണിച്ചതുപോലെ, അതായത് പാലം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്, ബ്ലോക്ക് ഇല്ലാതൊക്കെ കടന്നു പോകുന്നുണ്ട്. പക്ഷെ അതിന്റെ തൊട്ടടുത്തുള്ള ജംഗ്ഷനിൽ ചിലപ്പോൾ നല്ല വാഹനങ്ങളൊക്കെ വരുന്ന സമയത്ത് നല്ല ബ്ലോക്ക് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം അത്രയും അവിടെ തളി ഭാഗത്തേക്കും അതുപോലെ തന്നെ പാളയം ഭാഗത്തൊക്കെ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ അത്രയും എന്താ പറയുക, ആ ജംഗ്ഷൻ അത്ര ഇടുങ്ങിയതായതുകൊണ്ടും ആ വഴിയും മോശമായതുകൊണ്ടും അവിടെയൊക്കെ ബ്ലോക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നിലവിലിപ്പം അങ്ങനെ ബ്ലോക്ക് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ചില സമയത്ത് അവിടെ ലോറികളും കാര്യങ്ങളൊക്കെ അധികം വരാറുണ്ട്. കാരണം പല കമ്പനീസും അവിടെ ഉള്ളത് കൊണ്ട് തന്നെ, അതായത് പല രീതിയിലുള്ള ഷോപ്പുകളും അവിടെ ഉള്ളത് കൊണ്ട് ഒരുപാട് ലോറികൾ ആ ഭാഗത്ത് വരാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ബ്ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എന്തായാലും പാലം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ അടിയിലൂടെ പോകുന്ന കനോലി കനാലിന്റെ അവസ്ഥ നമ്മൾ എല്ലാവരും കണ്ടതാണ്. കാരണം അത്രയും മോശമാണ്. ഒന്നാമത് അതിന്റെ വെള്ളവും കാര്യങ്ങളൊക്കെ ഭയങ്കര മോശമായിരുന്നു. മുഴുവനും വേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് അതിലൂടെ ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ പുതിയ പാലത്തെ അവസ്ഥ. എന്തായാലും ആ റോഡുകളും കാര്യങ്ങളൊക്കെ ഈ അടുത്ത് തന്നെ നന്നാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും അപ്പൊ ഇതുപോലുള്ള വീഡിയോകളൊക്കെ ഇനിയും ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അപ്പൊ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും ബൈ.